ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നല്ല, ഞാനിങ്ങനെ ഫോണ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ പിന്നെ അതിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പുതിയ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ കുട്ടികളുടെ പിറന്നാളിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടാണ്. ഏട്ടനും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് ബർത്ത്ഡേ, അവിടെ ട്വിൻസാണ്. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിരിക്കുന്ന ഇങ്ങനെ ട്രിപ്ലെറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഫസ്റ്റേ അറിഞ്ഞിരുന്നു. അപ്പം അവൾ ഇങ്ങനെ കാണാൻ വന്ന സമയത്ത് ചോദിച്ചു എങ്ങനെയാണ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ തമാശയ്ക്ക് ഞങ്ങളൊക്കെ പറഞ്ഞു കണക്ക് ഇനി ഇരട്ട കുട്ടികളാവുന്നു. അപ്പോൾ അവൾ ഇതേപോലെ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവാണെന്ന് വിളിച്ച് പറഞ്ഞു. അതിന് ശേഷം ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഫസ്റ്റ് തന്നെ അവൾ പറഞ്ഞിരുന്നു കേട്ടോ ട്വിൻസ് ആണെന്നുള്ളത് അറിഞ്ഞിരുന്നു. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. അവിടെ ട്രിപ്ലെറ്റ്സ് ട്വിൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതല്ലേ. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു വയസ്സാണെന്ന്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ. മക്കളൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് മൂക്കടപ്പും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. അവിടെ ഏട്ടൻ്റെ വീട്ടിലത്തെക്കാട്ടി തണുപ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ആൾക്കാരൊക്കെ ഉള്ളിൽ തന്നെ ഇട്ടുന്നതാണ്, പുറത്തേക്ക് ഇറക്കി വിട്ടിട്ടില്ല. അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആവട്ടെ. അപ്പോൾ ഇതാ മക്കളെയൊക്കെ പിടിച്ച് ഉള്ളിലിട്ടിരിക്കുകയാണ് കേട്ടോ. പുറത്തൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് പുറത്തേക്ക് വിടില്ല. ഒന്നാമത് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെയാണ്. കാശിക്കുട്ടിന് തണുപ്പായി കഴിഞ്ഞാൽ അപ്പം ശ്വാസം മുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ളിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതാ നമ്മൾ ഫുഡ് കൊടുത്തിട്ടാട്ടോ കൊണ്ടുപോകണത്. എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇവർ വേറെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ വിചാരിച്ചു. അവിടെ പോയി കഴിഞ്ഞാൽ ചോറും കാര്യങ്ങളൊന്നും കഴിക്കില്ല. ആദ്യം പിന്നെ കോറയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊടുത്തിട്ടാട്ടോ പോണേ. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാവലൊക്കെ കഴിഞ്ഞു. മക്കളൊക്കെ റെഡിയായി. അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തു. നല്ല വാശിയായിരുന്നു കേട്ടോ. ഒന്നാമത് തണുപ്പായതുകൊണ്ട് കുളിപ്പിക്കുന്ന സമയത്തൊക്കെ നല്ല വാശിയായിരുന്നു. അപ്പോൾ അതാ ചെറിയമ്മയും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ഒരുമിച്ച് പോകാൻ വിചാരിച്ചിട്ടാണ്. ബാക്കിയുള്ളവരൊക്കെ വേറെ വണ്ടിയിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അച്ഛൻ്റെ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. ആൾക്കാർ രാവിലെ എണീറ്റിട്ട് പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ശരിക്കും ഉറങ്ങുന്ന സമയമായിട്ടുണ്ട്. അതിൻ്റെ ചെറിയ കുറുമ്പുണ്ട്. അപ്പം ഒന്നാമത് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ എങ്ങനെയും പോവുക എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടുള്ളൊരു കളിയും ചിരിയാണ് ഇപ്പോൾ. മറ്റേ ആൾക്കാരൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എവിടേക്കോ പോകാനാണെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലായിടത്തേക്കും പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ ചാടി പോവാറില്ല ആൾക്കാർ. അമ്മമ്മ ഉണ്ട് കേട്ടോ ഇവിടെ. അമ്മമ്മ വന്നിട്ടുണ്ട്. അമ്മമ്മ വരുന്നില്ല. പിന്നെ അപ്പുറത്തുള്ള മുത്തശ്ശിയാണ് ഇവിടെ അടുത്ത വീട്ടിലുള്ള. അപ്പോൾ നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ചെക്കന്മാർ വന്നു കഴിഞ്ഞാൽ വരാറുണ്ട് ഇങ്ങനെ മക്കളെ കാണാനായിട്ട്. എന്തായാലും നല്ല കളിയും ചിരിയൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയില്ല. ഒന്നാമത് ഫോൺ എടുത്ത് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം കണ്ട് അപ്പം ചിരിക്കാൻ തുടങ്ങും കേട്ടോ. അവർക്കും ഇപ്പം അത് ശീലമായി. അപ്പോൾ ഞാനും ഏട്ടനും ബൈക്കിനാണ് കേട്ടോ പോയത്. ഞാൻ മക്കളെ ചെറിയമ്മയും അമ്മയൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയി വീല് തട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് പോകാനായിട്ടുള്ളൂ. അടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ഇത് തെങ്കര കനാലാണ് കേട്ടോ. പോണ വഴിക്കാണ്. ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ. അപ്പോൾ ചേച്ചിയുടെ വീട് മെഴുകുംപാറയാണ് കേട്ടോ. ചേച്ചിയുടെ വീട് എത്താനായപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് വണ്ടികളുള്ള സ്ഥലത്ത് കൂടെ ഓടിക്കാനായിട്ട്. അപ്പോൾ വണ്ടി തിരക്കൊന്നും ഇല്ലാണ്ടായപ്പോൾ വലിയ ആളായിട്ട് ഞാൻ ഓടിച്ചോളാം ഇനി പറഞ്ഞിട്ട് ഓടിക്കുന്നതാണ് കേട്ടോ അത്. അതാ നമ്മൾ വീടെത്തിയിട്ട് അപ്പോൾ അതാ ചെക്കനെ എടുത്തിട്ടുണ്ട്. ഇത് ആരോമലാണ്. അപ്പോൾ മറ്റാൾ കൂടെ ഉള്ള ആൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അമ്പാടി അവന് ഒന്നാമത് നമുക്ക് മക്കൾക്ക് പൊതുവേ വയസ്സ് തികയാണ് ആകുമ്പോഴൊക്കെ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഓരോ അസുഖങ്ങൾ വരുന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പൊതുവേ അങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ മക്കൾക്കും പിറന്നാളുടെ സമയമായപ്പോൾ അതേപോലെ വന്നിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവർക്കും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ വാശിയാണ് കേട്ടോ. അമ്പു അമ്പുടി അമ്പു നമ്മുടെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതായി വരുന്ന കേട്ടോ ചീച്ചിമ പറഞ്ഞത് എൻ്റെ ചേച്ചിയാണ്. ഞാൻ ചീച്ചിമ എന്നാണ് വിളിക്കാറ്. നമ്മുടെ ഏട്ടക്കുട്ടികളുടെ അമ്മയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര മൂഡ് ഓഫായിരുന്നു. അവൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സ് എന്തോ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഒരാണെങ്കിൽ കളർ കോഡൊക്കെ പറഞ്ഞിട്ട് ആ കളറിലുള്ള ഡ്രസ്സ് എടുത്തിട്ട് അത് ഇടാൻ പറ്റിയില്ല ആൾക്ക്. അപ്പം അതേ കളറിലുള്ള വേറെ ഡ്രസ്സാണ് എടുത്തുള്ളത് ആട്ടോട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി. അപ്പോൾ ഇതാ വല്യമ്മ ചെറിയമ്മമാർ കുഞ്ഞി തനു ഒക്കെ കസിൻസൊക്കെയാണ്. അമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് കൂടുമ്പോൾ അതൊരു രസമാണ് കേട്ടോ. ഇപ്പോഴൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കൂടാനായിട്ട് പറ്റുക. അപ്പോൾ അതൊരു രസമാണ്.
ഇവിടെ അമ്പാടി വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങിയതാണ് കേട്ടോ. ആൾ കുറേ സമയം ഉറങ്ങി. രാവിലെ എണീറ്റിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഉറക്കമാണ് കേട്ടോ അവന്. ഇതൊക്കെ ഇടരുത്. ആ കാശുട്ടി നല്ല വികൃതി കാണിക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ആരത്തേക്കും പോകണമില്ല. അവന് ഞാൻ തന്നെ എടുക്കണം അല്ലെങ്കിൽ എടുക്കണം പറഞ്ഞിട്ടായിരുന്നു ഓന്. പിന്നെ നമ്മുടെ പിറന്നാൾ കുട്ടികൾക്ക് ഇലയൊക്കെ ഇട്ട് ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ പിറന്നാളിൻ്റെ അന്ന് കുട്ടികൾക്ക് നോൺ വെജ് ഒന്നും കൊടുക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സദ്യ ഉണ്ടാക്കിയിട്ടാട്ടോ കൊടുത്തേ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അവിടെ കാണാനായിട്ട് നല്ല രസമാണ്. കുറച്ചും കൂടി മേലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ മക്കളെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അവിടേക്ക്. നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിന്ന് എടുത്തിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫാമിലി ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് പൊതുവേ എപ്പോഴും ഇതുപോലെ ഒന്നും കൂടാൻ പറ്റാറില്ല. ഒന്നാമത് ഇവിടെ 3 കുട്ടികൾ, അവിടെ 2 കുട്ടികളായതിനു ശേഷം തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഫംഗ്ഷനും കൂടാൻ പറ്റിയിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇതുപോലെയൊക്കെ പോകുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായി കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ആയിരുന്നു കേട്ടോ ഫുഡ് കഴിക്കില്ല. അപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ചെക്കന്മാർ ആരും എടുത്ത് അങ്ങനെ പോവില്ല. അപ്പോൾ ചേച്ചിയൊക്കെ എടുത്ത സമയത്ത് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരുന്നതാണ് കേട്ടോ. പിന്നെ അധികം നേരം നമ്മൾ നിന്നില്ല, നമ്മൾ തിരിച്ചു പോകുന്നു. എന്താ വെച്ചാൽ ചെക്കന്മാർക്ക് ഉറക്കം വരാനും തുടങ്ങി. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുക നമ്മൾ വീട്ടിൽ വന്നിട്ട് വേണമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്നു കേട്ടോ അവിടുന്ന്. വീട്ടിലെത്തിയപ്പോൾ വെറും കുറുമ്പാണ്. നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കടിയായി. കാശിക്കൂട്ടം നല്ല കരച്ചിലാട്ടോ. കണ്ണ് തെറ്റിയതാണ് അവസ്ഥ. അപ്പോൾ രണ്ടാൾക്കും കുറുമ്പാണ്. പോയി വന്നതിൻ്റെ ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അച്ചു വന്നു കേട്ടോ. അച്ചുവിൻ്റെ ചെറിയച്ഛൻ്റെ മോനാണ്. അപ്പോൾ ആ വന്ന സമയത്ത് ഞാൻ എന്നാൽ കുറച്ച് പാല് മേടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര മടി കേട്ടോ. പിന്നെ പോകണമെങ്കിൽ ആൾക്ക് കമ്മീഷൻ വേണം, അതാണ് മെയിൻ. അപ്പം അവനങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ നാളെ സ്കൂളിലുകൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ അവരും കൂടി പോയി കഴിഞ്ഞാൽ വീടാകെ കാലിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇതുപോലെ കൂടുമ്പോൾ നല്ല രസമാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഇതുപോലെ എല്ലാ ഫംഗ്ഷനൊന്നും എനിക്കും ഇപ്പോൾ അവിടെ കണ്ട ചേച്ചിക്കും കൂടാൻ പറ്റാറില്ല. ഒന്നാമത് മക്കളായ ശേഷം നമുക്കങ്ങനെ എല്ലാ ഫംഗ്ഷനും കൂടാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റാറില്ല. അപ്പോൾ അധികം അച്ഛൻ്റെ അച്ഛമ്മൻ്റെ ഒക്കെ ഓർമ്മ ദിവസമൊക്കെ വരുമ്പോഴാണ് നമുക്ക് എല്ലാവരും കൂടി കൂടാൻ പറ്റാറ്. അപ്പോൾ കൂടുമ്പോൾ അങ്ങനെ രസമാണ് കേട്ടോ എല്ലാവരും കൂടി കൂടുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ഇവിടുത്തെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.